गाइस आप सबका स्वागत है आपके फेवरेट रिएक्शन टाइम में। और आज हम लेके आए हैं मेमोरीज मूवी के सीन 6 का रिएक्शन। और लास्ट सीन में हमने देखा किस तरीके से यहाँ पे वो लेडीज का पता लगा कि उन्होंने क्या क्या गुल खिलाए हुए हैं। और भाई उन्होंने बहुत ज़्यादा गुल खिलाए हुए हैं। उन्होंने आनंद को तंग किया हुआ है और फिर वो सर और मैम को तंग किया है। उनकी स्टोरी का आगे का कंटेक्स्ट अभी तक हमको मिला नहीं है कि हुआ क्या। फिर सच में मुझे तो पहले लगा था कि बस ये साइकोपैथ है, इसको बस मारने में मजा आता है, पर उसके पास अब रीजन है वो क्यों मारता है। तो देखते हैं अब क्या होगा। तो आप भी देखो हम देखते हैं। लेट्स स्टार्ट। ഒരു സോഡ. എടാ ഒരു സോഡ എടുത്തു കൊടു. അതെ ഇവിടെ വെച്ച് വെള്ളം അടിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ വെച്ച് അടിക്കാതിരുന്നാ പോരെ. ആ ഇവിടെ എവിടാ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉള്ളത്? കരിയർ ടോപ്പ്. ആ അത് തന്നെ. അതെവിടാ? ആ അതപ്പറയാ, അതൊക്കെ പൂട്ടിപ്പോയില്ലേ. ബന്ധോക്കെ എന്തു പറ്റി? അതിന്റെ ഉടമസ്ഥൻ ഐസക് സാറ് മരിച്ചോടെ അതൊക്കെ നിന്നുപോയി. എത്ര നാളായി? ഒരു 8-9 വർഷമായി കാണും. 8 से 9 साल पहले। ഇയാൾ ഈ ഐസക് എങ്ങനാ മരിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. തെന്നി വീണാന്നാണ് ആൾക്കാർ പറയുന്നത്. स्लिपिंग नहीं हुआ है। അയാളുടെ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്തു? मर्डर है वो। ഓ അതല്ലേ കഷ്ടം. ആ സ്ത്രീയുടെ മുമ്പിലേക്കാണ് സാറ് വീണ് മരിച്ചത്. അത് കണ്ട് അവർക്ക് ഭ്രാന്ത്. मैड। കൂടെ ഒരു ചെക്കനുണ്ടായിരുന്നു, അനിയൻ ചെക്കൻ. അവൻ അവരെയും കൊണ്ട് എവിടെയോ പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന് കെട്ടിട സ്ഥലമൊക്കെ ആ പയ്യൻ നല്ല വിലക്ക് വിറ്റു. ഇപ്പൊ അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാ. അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാനാ. ആ വത്സമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഈ ഐസക് സാറിന്റെ വീട്ടില് ജോലിക്ക് നിന്നതാ. ആ സ്ഥലം വിറ്റ വകയിൽ ഒരു 3 ലക്ഷം രൂപ ആ ചെറുക്കൻ ഈ സ്ത്രീക്ക് കൊടുത്തു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അയ്യോ പോലീസ്, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വെച്ച് അതെന്റെ വണ്ടിയാ. സാറ് പോലീസാ? കുറിക്കാൻ എന്തെങ്കിലും चखना। ഈ വത്സമ്മയുടെ വീട് എവിടാ? സാർ ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ്. അതിന്റെ തൊട്ടു പുറകിലാണ് ഈ പറഞ്ഞ വത്സമ്മയുടെ വീട്. ആ ഹോസ്റ്റലിൽ തിരക്കിയാ മതി, അവർക്ക് അവിടെ പണി. വത്സമോ, എടി വത്സമോ, വരുന്നു. കടന്ന് തൊള്ള തുറക്കാതെ മനുഷ്യ. നിന്നെ കാണാൻ ദേ രണ്ടുപേരും വന്നേക്കണു. ഓ എന്തൊരു തണുപ്പ്, എന്തൊരു കുളിര്. वत्समो। ये बड़ी है। നിങ്ങളാരാ? अच्छा ഇങ്ങനെ उसको കള്ളം इसलिए കുടിക്കാനാണ് ठंड लग നിങ്ങൾ रही थी। ये പോലീസാ. शराब भी पूरा लग रहा है। वाह यार, എന്താ वो സാറേ? पुलिस से शराब पी के खड़ा हो गया। കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. വെച്ചോ. എന്നിട്ട് താൻ കുറച്ചു നേരം അപ്പുറത്തോട്ട് മാറി നിൽക്ക്. बेचारा कैसे जा रहा है? ഞങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ വത്സമ്മയുടെ കയ്യിലുണ്ട്. कमजोर है। എന്താ സാർ? അത് സത്യസന്ധമായിട്ട് പറഞ്ഞ നമ്മൾ തമ്മിൽ ഇനി കാണില്ല. മറിച്ച് നുണയാണ് പറയുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ പല തവണ പല രീതിയിൽ കാണേണ്ടി വരും. ഞാൻ സത്യം പറയാം സാർ. സാറിന് എന്താ അറിയേണ്ടത്? പുറലോകം അറിയാത്തൊരു വലിയ രഹസ്യം വത്സമ്മയുടെ മനസ്സിലുണ്ട്. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. अरे ആ രഹസ്യത്തിന് വത്സമ്മ ഇട്ടിരുന്ന വില 3 ലക്ഷം രൂപയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് അതിലും വില പിടിച്ച. ആനന്ദ് എന്തിനാ ഐസക്കിനെ കൊന്നത്? ഇല്ല സാർ, ആനന്ദ് ആരെയും കൊന്നിട്ടില്ല. വത്സമ്മ വെറുതെ ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇല്ല സാർ, സത്യമാണ്. ആനന്ദ് മനഃപൂർവ്വം കൊന്നിട്ടില്ല. एक्सीडेंटल അതൊരു അപകട മരണം തന്നെയാ. അറിയാതെ പറ്റിയൊരു അബദ്ധം. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ओ 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിക്കാൻ വന്ന കുറച്ച് പെൺകുട്ടികളും ആനന്ദും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്? ഞാൻ ഓർക്കുന്നില്ല സാർ. कैसे याद होगा इतना टाइम हो गया। വിമല എന്നായിരുന്നു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആനന്ദ് എങ്ങോട്ടാ പോയത്? ആ പെൺകുട്ടി അന്വേഷിച്ചു പോയതാ, പക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാര്യം? 1 മാസം കഴിഞ്ഞപ്പം ആ കുഞ്ഞ് തിരിച്ചു വന്നു. അന്ന് ഇവിടെ കുഞ്ഞും ഐസക് സാറും തമ്മിൽ വീണ്ടും ഒരു വഴക്കുണ്ടായി. झगड़े में धक्का धुक्की होगी। ओए 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 ചേച്ചി, ഞാൻ അറിഞ്ഞോണ്ടല്ല, പറ്റി
പോയി. ആരോട് പറയരുത്, എന്നെ രക്ഷിക്കണം. लड़ाई में ऐसा हो गया. ഈ പെൺകുട്ടികളെല്ലാരും കൂടി ചേർന്ന് ആനന്ദിനെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് അവന് മനസ്സിലായോ? ഉവ്വ് സാർ. इन्होंने बता दिया था उसको, तभी फिर उसने बदले പെട്ടെന്ന് लिया. ഉൾക്കൊള്ളാനായില്ലെങ്കിലും സാവധാനത്തോടെ കുഞ്ഞിനത് മനസ്സിലായി. നിങ്ങൾക്ക് സത്യം അറിയായിരുന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷെ നല്ല സംശയം ഉണ്ടായിരുന്നു. അത് വെച്ച് കുഞ്ഞിനോടത് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം കുഞ്ഞിന് ദേഷ്യം വന്ന പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ मैं बहुत പറ്റില്ല. चीजें कर देता हूँ. ഈ ആനന്ദിന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ഒരാളെ ഇഷ്ടമായ പിന്നെ ഭയങ്കര ഇഷ്ടമാ. വെറുത്ത പിന്നെ അവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഈ സംഭവങ്ങൾ എന്തുകൊണ്ടാ നിങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വെച്ചത്? പാർവതി കുഞ്ഞിനെ ഓർത്തിട്ട്. അറിയാതെ പറ്റിയ ഒരബദ്ധം. ആനന്ദ് ജയിലിൽ പോയാ പിന്നെ പാർവതി കുഞ്ഞിന് ആരുണ്ട്? ആ സംഭവത്തിന് ശേഷം പാർവതിക്ക് ഭ്രാന്ത എന്ന് കേട്ടു. അങ്ങനെയൊന്നും ഇല്ല സാർ. ആ സംഭവത്തിന് ശേഷം പാർവതി കുഞ്ഞ് बोलना സംസാരിച്ചിട്ടില്ല. ही बंद कर दिया. ഐസക് സാർ മരിച്ച ഒരു മാസത്തിന് ശേഷം ഒരു ദിവസം ആനന്ദ് പാർവതി കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടോ പോയി. चले गए कहीं. ഒരു 6 മാസം കഴിഞ്ഞപ്പം ആനന്ദ് കുഞ്ഞ് മാത്രം തിരികെ വന്നു. ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ വിറ്റുവെന്നും പറഞ്ഞ് എന്റെ കയ്യിലൊരു 3 ലക്ഷം രൂപ 3 തന്നു. लाख तो 15 लाख की വീട്ടിലും बोल रहे हैं. ഓഫീസിലും ഉണ്ടായിരുന്ന പേപ്പറുകളൊക്കെ തീയിട്ട് നശിപ്പിച്ചു. കുറെ പേപ്പറുകളൊക്കെ തെരഞ്ഞു പിടിച്ചെടുത്തോണ്ട് പോയി. ഐസക്ക് മരിക്കുമ്പോ പാർവതി ഗർഭിണിയായിരുന്നു അല്ലേ? 8-10 കൊല്ലത്തോളം ഉണ്ടാകാതിരുന്ന് കിട്ടിയതാ. ഇവിടുന്ന് പോകുമ്പോ പാർവതി കുഞ്ഞിന് 2 മാസമാ. ആനന്ദ് തിരികെ വന്നപ്പോഴാ പാർവതി കുഞ്ഞൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഞാൻ അറിഞ്ഞത്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? हाँ, ഇല്ല സാർ, എനിക്ക് പൈസ തന്നു പോയതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല. ഈ ആനന്ദിന്റെയോ പാർവതിയുടെയോ പഴയ ഫോട്ടോസോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, എന്റെ കയ്യിൽ ഒന്നുമില്ല. സത്യമായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ. So we are back to zero. कुछ मिल नहीं रहा. कितना खुश हुआ वो. उन्होंने पकड़ लिया. What a pity. और बैक टू स्क्वायर वन नहीं है यार, काफी डिटेल्स पता लग गई. बंदा I नहीं don't था. have the faintest idea, sir. Okay, sir. ആന്റണി ഇതെവിടെയാ? മോൾക്ക് നല്ല സുഖമില്ല സർ. എന്തു പറ്റി? നല്ല ടെമ്പറേച്ചർ. ഇപ്പോൾ ഹോസ്പിറ്റലാ. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യും സർ? എവിടെ നിന്ന് തുടങ്ങും? There is no such thing as a perfect crime. എല്ലാ കേസുകളിലും എന്തെങ്കിലും തെളിവുകളോ ലിങ്കുകളോ ഉണ്ടാവും. അത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം. ഈ കേസിൽ we are missing something that we are yet to find. സർ, क्या है वो? Okay. कुछ तो मिसिंग है बीच में. उसके मर्डर का पता नहीं है ना, किसका मर्डर करेगा, कब कुछ आइडिया आया? क्या 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 ये फ्लैशबैक में क्या है? ये पार्वती तो नहीं है, वो लेडी तो नहीं है. ये ഇങ്ങനൊരു സംഭവം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ? അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കില്ലറെ അടുത്ത് കെട്ടിയിട്ടും പിടിക്കാൻ സാധിച്ചില്ലെന്ന് നിങ്ങൾ പത്രക്കാരറിഞ്ഞ വെറുതെ ഇരിക്കൂ? പോലീസിന്റെ പിടിപ്പ് കേടെന്നും പറഞ്ഞ് അത് സെൻസേഷണൽ ന്യൂസ് ആക്കില്ലേ? അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വാർത്ത വർഷ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ടേ വരാൻ പാടുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് അത് നിഷേധിക്കും. ഇങ്ങനൊരു രഹസ്യ നീക്കത്തെക്കുറിച്ച് അറിയാവുന്ന മൂന്നാമതൊരാളും കൂടിയുള്ളൂ, IG അരവിന്ദാക്ഷ മേനോൻ. പക്ഷേ ഇതാരാണ് കണ്ടതെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യണ്ടേ? പാടില്ല. ഈ ന്യൂസിനൊരു വ്യക്തത പാടില്ല. എങ്കിലേ അത് കില്ലർക്ക് ക്രെഡിബിൾ ആയിട്ട് തോന്നും. अच्छा, अब ये न्यूज में फैलाना चाहते ताकि वो किलर तक पहुंचे. नाइस. ചൂടുള്ള വാർത്ത. അജ്ഞാത കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ചൂടുള്ള വാർത്ത. ചേട്ടാ 2 രൂപ ചില്ലറ വേണം. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത.
അജ്ഞാത കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. സർ, ഒരു പോലീസുകാരൻ കൊലയാളിയെ കണ്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആര് പറഞ്ഞു? ഞാനോ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റോ അറിഞ്ഞിട്ടില്ല സർ. പക്ഷേ പത്രത്തിൽ, ഏത് പത്രത്തിൽ? നിങ്ങൾ ആ പത്രക്കാരോട് പോയി ചോദിക്കൂ. സർ സർ നോ മോർ കമന്റ്സ് സർ, പ്ലീസ് നോ. ചെറുപ്പക്കാരായ 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ തിരോധാനവും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ഇത് പോലീസ് അന്വേഷണത്തിൽ വഴിത്തിരിവായിരിക്കുകയാണ്. जो ओरिजिनल लोगों को सूत्रा का पकड़ कैसे लिया? मैं तो यही हूँ. आई डोंट थिंक सो इस चीज में इंटरेस्ट दिखाएगा. एक क्वेश्चन मार्क तो आएगा. और ये इसको फॉलो कर रही है. दोस्तों तो पेड़ गया ना, मुझे लगा गायब हो जाएंगे. कुछ तो अजीब हो रहा है भाई. हाँ. एक तो हर किसी पे शक जा रहा है. हाँ, पता नहीं कौन होगा यार. ऐसे वो थोड़ा सा टाइम मिल जाए और वो मेमोरी हिट कर जाती है. ये मूवी हमें भी भूलने नहीं देती होती. नहीं, ये कौन है? कोई जैकेट वाला. वो ब्लैक रेनकोट पहना. पिछली बार भी रेनकोट हाँ. पहना था उसने. तो बारिश है, हर कोई रेनकोट पहन के निकलेगा. मुझे डर लग रहा है बहुत. ओए, बॉडी अंदर घुसा. कूदा वो कूदा. वही आदमी. ओए, ओह! इनके हाथ कांप रहे हैं. पकड़ो उसको. अरे यार, हाथ कैसे कांप रहे? इतने जबरदस्त शूटर थे. शराब की वजह से हो रहा है. हाँ, पकड़ 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 पकड़. गिरा दो लात मार के यार. अरे रे, वो लगता है नहीं थकने वाला. ये स्टेमिना की फाइट हो रही है. अरे यार, अगेन द डार्कनेस. कैच हिम. ये साला थकता नहीं है वैसे. अरे यार, पी के लिवर खराब कर लिया है, स्टेमिना खराब कर लिया है. इम्यूनिटी नहीं है इनमें तो बिल्कुल भी. इसने इनको देख लिया बट ये आदमी पीछे पड़ा हुआ है. गन होती ना अभी शूट कर लेते यार. और पियो दारू. क्या हो? वो क्यों नहीं आया जिसको मारने आए थे? अब ये पहुंचे अभी दारू छिड़वाने, क्योंकि इनकी दारू की वजह से नहीं कर पाए. अब ये रिग्रेट रहेगा इनको. हाथ कांप रहे हैं. ये पर शायद कुछ प्रॉब्लम भी होती है ना कुछ लोगों में. वो वैसे, पर इनका कैसे हो सकती है? ये तो शूटर थे, सब कुछ थे. This is the problem. नहीं, अब पी के दिखा, तेरे सामने रखी है. യുവർ ബോഡി നീഡ്സ് ഇറ്റ്.
ഒറ്റയടിക്ക് നിർത്താവുന്ന ഒന്നല്ല ആൽക്കഹോളിസം. അളവ് അല്പാൽപമായി കുറച്ച് കൊണ്ടുവന്ന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതാണ് ഇവിടുത്തെ രീതി. ടേക്ക് ഇറ്റ്. अच्छा एक साथ नहीं छुड़वा सकते, लिमिट में भैया. ग्लास अब हम देंगे. लाइक दवाई लो. उससे पानी मिला. पानी यार, कोल्ड ड्रिंक डालनी चाहिए. क्यों डाली बीच में? अरे वो ऐसा करते हैं. अच्छा ऐसा ये क्या किया? मैंने देखा हुआ मेन है ये ऐसा. बात है कि फादर को सब पता है. और मुझे भी. क्या बात है भाई, रिकवरी चालू. अब न्यूज में क्या छापा? भाई अरे कितना सन्नाटा है. यार एक और बॉडी अब मिल गई है, और ये ऐसा है कि जितना टाइम वेस्ट होता रहेगा उतने ज़्यादा लोग मरते रहेंगे. अब ये शायद मेरे ख्याल से तो जितनी दोस्त लड़कियां थी उन्हीं को ही उनके पतियों को मारेंगे. अब आगे भी और जा रहे हैं या और कुछ कर रहे हैं वो पता नहीं. सच में. और इनके दोस्तों का भी पता नहीं है ना वो लोग कहाँ है, रहते हैं, और अब उनकी क्या सिचुएशन है, वो मैरिड है नहीं है, क्या है ना. तो हम प्रिडिक्ट कर पाए कि अच्छा ये लोग इस जगह पे रहते तो यहाँ पे हो सकता है. पर ये ऑलमोस्ट उसको पकड़ने वाले थे पर उनकी इम्यूनिटी नहीं थी, उनमें ताकत ही नहीं थी, तो हाथ से निकल गया. वही अब देखेंगे क्या होता है. तो आप लोग कैसा लगा कमेंट सेक्शन में जरूर बताएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए. बाय.